പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. എളമരം യതീംഖാനയെക്കുറിച്ച് നമ്മൾക്ക് കേട്ടതാണല്ലോ, നിങ്ങൾക്ക് അറിയാലോ. 1970 കാലഘട്ടത്തിലാണ് എളമരം യതീംഖാന തുടങ്ങുന്നത്. അന്ന് കോയപ്പത്തൊടി മർഹൂം കോയപ്പത്തൊടി മുഹമ്മദ് ഹുസൈൻ സാഹിബ് ആണ് അതിൻ്റെ സ്ഥാപക ജനറൽ സെക്രട്ടറി. യതീംഖാനെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ അനാഥകളെയും അഗതികളെയും സംരക്ഷിക്കാൻ ആരുമില്ലാത്തൊരു കാലഘട്ടമായിരുന്നു. 1970 എന്ന് പറഞ്ഞാൽ 30-56 കൊല്ലമായല്ലോ, വർഷമായല്ലോ. ആ കാലഘട്ടത്തിൽ അഗതികളും അനാഥികളുമായ മക്കളെ തെരഞ്ഞു പിടിച്ച് യതീംഖാനയിൽ കൊണ്ടുചെന്ന് ചേർത്തി അവർക്ക് ഏതൊക്കെ രൂപത്തിൽ പഠനം ആവശ്യമുണ്ട് എന്നത് നോക്കി ഏതൊക്കെ രൂപത്തിലാണ് അവർക്ക് അവരെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിപ്പിക്കാൻ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് പ്രവർത്തിച്ചൊരു സ്ഥാപനമാണ് എളമരം യതീംഖാന. എല്ലാവർക്കും അറിയാം, ഒരുപാട് കുട്ടികൾ അവിടെ നിന്ന് പഠിച്ച് ഉന്നതിയിലെത്തിയവരുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്ന് പഠിച്ച പലരും ഇന്ന് പല രംഗത്തും പ്രവർത്തിച്ച് ശോഭിക്കുന്ന പലരുമുണ്ട്, നമുക്കറിയാം. അങ്ങനെയുള്ളൊരു സ്ഥാപനമായിരുന്നു. ഇപ്പോൾ മുഹമ്മദ് ഹുസൈൻ സാഹിബ് വഫാത്തായിട്ട് 2017 അദ്ദേഹം വഫാത്തായത്. അതിനുശേഷവും ആ സ്ഥാപനം ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 കുട്ടികളുടെ കല്യാണം, യതീം കുട്ടിയുടെ കല്യാണം ഈ സ്ഥാപനത്തിൽ വെച്ച് നിശ്ചയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷവും ഒരു കുട്ടിയുടെ കല്യാണം അവിടെ നടത്തുകയുണ്ടായി. മുഹമ്മദ് ഹുസൈൻ സാഹിബ് ഉള്ള കാലഘട്ടത്തിൽ ഒരുപാട് കുട്ടികൾ, അവിടെ നിന്ന് പഠിച്ച കുട്ടികളൊക്കെ ആ യതീംഖാനയുടെ സഹായം കൊണ്ട് തന്നെയാണ് കെട്ടിച്ചയച്ചിരുന്നത്. അന്നൊക്കെ അവരുടെ വീട്ടിൽ വെച്ച് കല്യാണം നടത്തും, ഇവിടെ വെച്ച് നടത്തേണ്ടതാണ് ഇവിടെ വെച്ച് നടത്തും. അങ്ങനെ അത് സംഭവമാണ്. അതിനെല്ലാവരും മുഹമ്മദ് ഹുസൈനുള്ള കാലഘട്ടത്തിൽ അതിന് ബുദ്ധിമുട്ടുണ്ടാകാറില്ല. കാരണം അദ്ദേഹം ആരോട് ചോദിച്ചാലും കിട്ടിയിരുന്നു. അങ്ങനത്തെ ആ ഒരു കാലഘട്ടം അതായിരുന്നു. മുഹമ്മദ് ഹുസൈനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം. പിന്നെ കോയപ്പത്തൊടി കുടുംബത്തിലും അദ്ദേഹം ഒരു ഫിഗറായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും അറിയാം. യതീംഖാനയുമായി പഠിപ്പിക്കാൻ ചേർത്തിക്കഴിഞ്ഞാൽ ആ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാനും, പെൺകുട്ടികളാണെങ്കിൽ അവിടെ കെട്ടിക്കുന്ന ചുമതല വരെ ആ സ്ഥാപനം ഏറ്റെടുക്കും. ആൺകുട്ടികൾക്കാണെങ്കിൽ അവർക്ക് എത്രമാത്രം പഠിക്കാൻ ആഗ്രഹമുണ്ടോ അതുവരെ അവരെ പഠിപ്പിക്കാനൊക്കെ ആ സ്ഥാപനം തയ്യാറായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അവിടെ KB മുഹമ്മദ് ഹുസൈൻ സാഹിബ് മെമ്മോറിയൽ അക്കാഡമി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം ഒരു അറബി കോളേജിൽ തുടങ്ങിയിട്ടുണ്ട്. 2 വർഷമായി അത് തുടങ്ങിയിട്ട്. 3 വർഷം കഴിഞ്ഞു അത് തുടങ്ങിയിട്ട്. അതിലിപ്പം 100 ചില്ലാനും കുട്ടികൾ ആ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. ഓരോ കൊല്ലവും 25-30 ഇടയിലുള്ള കുട്ടികളെയാണ് അതിൽ അഡ്മിഷൻ എടുക്കാറുള്ളത്. അത് നല്ല ഭംഗിയായി നടന്നു പോകുന്നുണ്ട്. ജാമിയ ജലാലിയയുടെ ജൂനിയറായിട്ടാണ് അവിടെ ആ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. മുഹമ്മദ് ഹുസൈൻ സാഹിബ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം. അദ്ദേഹം സാദാത്യങ്ങളെയും ഉലമാക്കളെയും പ്രത്യേകിച്ച് മുത്തഹിദീങ്ങളൊക്കെ വല്ലാതെ സ്നേഹിച്ചിരുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ആ ജീവിതം പോലെ നമ്മളൊക്കെ എങ്ങനെ ശ്രമിച്ചാലും നടക്കാത്തൊരു ജീവിത രീതിയായിരുന്നു അദ്ദേഹത്തിന്. നമ്മൾ പറയുകയാണെങ്കിൽ പിന്നെ ഇടത്തെ ഭാഗത്തുള്ള മരക്കിന് ഒരു ജോലിയും ഇല്ലാത്ത മനുഷ്യനെന്ന് അദ്ദേഹത്തെ പറ്റി പറയാൻ നമുക്ക് സാധിക്കും. കാരണം നന്മകൾ മാത്രം പ്രവർത്തിക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയിരുന്ന, ആ ഉറങ്ങുന്ന സമയമല്ലാതെ അദ്ദേഹം വെറുതെ ഇരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. അന്നൊക്കെ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, നന്മകൾ തിരഞ്ഞെടുത്തുകൊണ്ട് അതിനു വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തി അത് വിജയിപ്പിക്കുക എന്നുള്ളതിന് അതിൽ പ്രതിബന്ധങ്ങളും അതിന് പ്രശ്നമേ ആയിരുന്നില്ല. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും അതുപോലെ തന്നെ ഏത് ശത്രുത വന്നാലും അതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമായിരുന്നില്ല. അതൊക്കെ കൈകാര്യം ചെയ്യാനും അതിജീവിക്കാനുമുള്ള എല്ലാ കഴിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളും അതുപോലെ തന്നെ ആ പരിസര പ്രദേശത്തുള്ളവരും ഒക്കെ തന്നെ വളരെ ഉഷാറായിട്ട് കൊണ്ട് പൂർവ്വ വിദ്യാർത്ഥികളും അത് കൂട്ടമായി തന്നെ ഭംഗിയായി കൊണ്ട് നടക്കുന്നുണ്ട്. അവിടെ LP സ്കൂളുണ്ട്, UP സ്കൂളുണ്ട്, ഹൈസ്കൂളുണ്ട്, പിന്നെ ഇസ്ലാമിക് അറബി കോളേജുണ്ട്. ഈ ഒരു കുട്ടിക്ക് ഏതെല്ലാം രൂപത്തിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടോ, ഏതെല്ലാം വാസന ആ കുട്ടിക്ക് പഠന വിഷയത്തിലുണ്ടോ അവിടേക്ക് ആ കുട്ടിയെ ഉയർത്തിക്കൊണ്ടു പോകാനുള്ള എല്ലാ ശ്രമവും നടക്കുന്ന ഒരു സ്ഥാപനമാണ് എളമരം യതീംഖാന. ആയതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, യതീംഖാനയുടെ കാര്യത്തിൽ നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണം. എല്ലാവിധ സഹായ സഹകരണങ്ങളും, സാമ്പത്തിക സഹായം മാത്രമല്ല, അതിൻ്റെ നടത്തിപ്പിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരും സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്.
ഞാനിപ്പോൾ ആ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. പണ്ട് കാലഘട്ടത്തിൽ മുഹമ്മദ് ഹുസൈൻ ഉള്ള കാലത്ത് തന്നെ ഞാൻ യത്തീംഖാനയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് യത്തീംഖാനയിൽ പോകാറുണ്ടായിരുന്നു. മുഹമ്മദ് ഹുസൈൻ സാഹിബ് പല സ്ഥലത്തേക്കും പോകാൻ വേണ്ടി എന്നെ കൂട്ടാൻ എൻ്റെ വീട്ടിൽ വരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച ആ ഓർമ്മകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ അത് ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നതിന് വേണ്ടി വളരെ അശ്രാന്ത പരിശ്രമം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുജൻ, അതുപോലെ തന്നെ അനുജൻ്റെ മക്കൾ, ജ്യേഷ്ഠൻ, മൊയിൻ ബാപ്പു അടക്കമുള്ള എല്ലാവരും അതിന് കുഴപ്പത്തൊരു കുടുംബം പ്രത്യേകിച്ച് ആ യത്തീംഖാനയുടെ നടത്തിപ്പിന് നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. മുമ്പൊക്കെ എനിക്കറിയാം, മാവൂർ കോടി ഓർഡിനൻസിൽ ശമ്പളം കിട്ടുന്ന സമയത്ത് ആ കമ്പനിയുടെ ഗേറ്റിൽ നിന്നുകൊണ്ട് മുഹമ്മദ് ഹുസൈൻ നിൽക്കണം. അന്നൊന്നും വേറെ ഒരു വരുമാനം യത്തീംഖാനയ്ക്കില്ല. അന്നൊക്കെ 300 പരം കുട്ടികൾ പഠിക്കുന്ന യത്തീം മക്കളും ഒക്കെ. അന്ന് യത്തീം മക്കൾ ഇന്നത്തെ മാതിരിയല്ല. ധാരാളം യത്തീം മക്കൾ വളരെയധികം കഷ്ടപ്പെട്ട് കഴിയുന്ന ഉള്ള കാലഘട്ടത്തിലാണ്. തിരുരങ്ങാടി, മുക്കം ഈ 2 യത്തീംഖാനയാണ് നമ്മളറിയാൻ ആ കാലഘട്ടത്തിലുള്ളൂ. അന്ന് നമ്മുടെ ഈ മലബാറിൽ വളരെയധികം പ്രസിദ്ധി ആർജിച്ച ഒരു യത്തീംഖാനയായിരുന്നു. ഇന്നും അത് ഭംഗിയായിട്ട് നടന്നു പോകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സന്തോഷമാണ്. കേരളത്തിലുള്ള പ്രഗത്ഭരായ വലിയ വലിയ മഹാന്മാരൊക്കെ ആ യത്തീംഖാനിൽ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പണക്കാട് പൂക്കോയത്തങ്ങൾ, അതുപോലെ തന്നെ വലിയ നമ്മുടെ സമസ്ത കേരള ജമിയത്തുലമയുടെ മഹാന്മാരായ വഫാത്തായി പോയ ഉലമാക്കൾ, വലിയ വലിയ ആളുകളൊക്കെ അവിടെ വന്നിരുന്നു. അവരൊക്കെ തന്നെ ആ യത്തീംഖാനെ കണ്ണീത്ത് ഉസ്താദിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് അത് കൊണ്ടുപോയിരുന്നത്. എപ്പോഴും യത്തീംഖാനയെക്കുറിച്ച് ആലോചിക്കുകയും അതിനു വേണ്ടിയുള്ള നിർദ്ദേശം നൽകുകയും കണ്ണീത്ത് ഉസ്താദ് നൽകുമായിരുന്നു. അതൊക്കെ നമുക്ക് നേരിട്ട് അറിയാമാണ്. അതുകൊണ്ട് ആ സ്ഥാപനത്തിനെ സഹായിക്കാൻ നിങ്ങളെല്ലാവരും വളരെ ഇഖലാസോടുകൂടി മുന്നോട്ട് വരണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. യത്തീംഖാനയുടെ പഴയകാല ഫണ്ട് ശേഖരണവും പ്രവർത്തനവും ഒക്കെ എങ്ങനെയായിരുന്നു? അതെ, ഫണ്ട് ശേഖരണം അവിടെ പണ്ട് ആളുകളവിടെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. പിന്നെ ഒരു സമയത്ത് എടവണ്ണപ്പാറ അങ്ങാടിയിലൊക്കെ നടന്നിട്ട് കച്ചവടക്കാരിൽ നിന്നൊക്കെ അരിയൊക്കെ കണക്ഷൻ വാങ്ങാറുണ്ടായിരുന്നു. യത്തീംഖാനയ്ക്കെന്നും പറഞ്ഞാൽ കൊടുക്കും. അന്നൊക്കെ അങ്ങനെയാണത്. 300 പരം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമല്ലേ. പിന്നെ ശമ്പളം കൊടുക്കുന്ന സമയമാകുമ്പോഴും ഈ മാവൂർ കോളി ഓർഗനൈസിൽ ശമ്പളം കിട്ടുന്ന സമയത്ത് അവിടുന്ന് കലക്ഷൻ എടുക്കുമായിരുന്നു. പിന്നെ യത്തീംഖാനയ്ക്ക് വേണ്ടി നേർച്ചയാക്കിയും മറ്റും പലരും അവിടെ കൊണ്ടുവരാറുണ്ടായിരുന്നു. സ്ഥായിയായ മറ്റൊരു വരുമാനം ആ തുടങ്ങിയ കാലഘട്ടത്തിൽ അതിനില്ല. പിന്നീട് അതിന് മുഹമ്മദ് ഹുസൈൻ സാഹിബ് പല പ്രാവശ്യമായിട്ട് ഒരുപാട് സ്വത്തുകൾ വാങ്ങിയുണ്ടാക്കിയിട്ടുണ്ട്, ഭൂമികൾ. ഇപ്പം അതിന് മുതൽക്കൂട്ട് തന്നെയാണ്. അത് അന്നൊക്കെ പല ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും മുഹമ്മദ് ഹുസൈൻ സാഹിബിനെ പറ്റി ഇങ്ങനെ അത് ഇന്നും ഉണ്ടാവുമല്ലോ സ്ഥാപനം കൊണ്ടു നടക്കുമ്പോഴൊക്കെ. പക്ഷെ അതൊന്നും അദ്ദേഹം വകവെക്കാറില്ല. അദ്ദേഹം ഞാൻ പറഞ്ഞില്ല, നന്മകൾ മാത്രം ചെയ്യാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു മഹാനായിരുന്നു മുഹമ്മദ് ഹുസൈൻ. അദ്ദേഹത്തിൻ്റെ ദർജകളെല്ലാം ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആ ഒരു രൂപത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ച് നമുക്ക് നേരിട്ട് കണ്ടതാണ് അതൊക്കെ. ഒരു മുസ്ലിയാർ നടന്നു പോവുകയാണെങ്കിൽ അദ്ദേഹം വണ്ടി നിർത്തിയിട്ട് എവിടേക്കാ ഉസ്താദെ പോകുന്നു, എത്ര തിരക്കിട്ട് പോവുകയാണെങ്കിലും ചോദിക്കും അദ്ദേഹം എവിടേക്കാ ഉസ്താദെ പോകുന്നു. അങ്ങനെ ഉസ്താദിന് പോകേണ്ട സ്ഥലത്ത് കൊണ്ട് ഇറക്കി കൊടുത്തിട്ട് കുറച്ച് പൈസയും കയ്യിൽ കൊടുത്തിട്ട് മുഹമ്മദ് ഹുസൈൻ പോകുമായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അതേമാതിരി സാദാത്യങ്ങളെ വല്ലാതെ ബഹുമാനിച്ചിരുന്നു. പാണക്കാട് കുടുംബം, ഇപ്പം പാണക്കാട് മുഹമ്മദ് ഹുസൈൻ സാഹിബിൻ്റെ മരണശേഷം ഇളമരം എത്തിയെങ്കിലും അനുസ്മരണ യോഗത്തിൽ നടന്നപ്പം മുനവ്വിർ അലി ശിഹാബ് തങ്ങൾ, പാണക്കാട്ട് മനവറ ശിഹാബ് തങ്ങൾ അവിടെ വെച്ച് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. പാപ്പാൻ്റെ അടുത്ത് മുഹമ്മദ് ഹുസൈൻ സാഹിബ് ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ ഞങ്ങളൊക്കെ ആ കാറ് കാണുമ്പോൾ കാറിൻ്റെ അടുത്തേക്ക് ഓടിയെത്തും. കാരണം അതിൽ മുട്ടായി ഉണ്ടാവും, കളിപ്പാട്ടങ്ങളുണ്ടാവും. അങ്ങനെ മുഹമ്മദ് ഹുസൈൻ വീട്ടിൽ വരുന്നത് ഞങ്ങൾക്ക് ആവേശമായിരുന്നു എന്ന് മുനവറിൽ തങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ആ പാണക്കാട് കുടുംബമായിട്ടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ, അത് പറഞ്ഞാലും തീരാത്തൊരുപാട് അനുഭവങ്ങൾ മുഹമ്മദ് ഹുസൈൻ സാഹിബിനെ പറ്റിയുണ്ട്.